പുസ്തകമെന്നുടെ ചങ്ങാതി, അറിവേകുന്നൊരു ചങ്ങാതി. വായനയാൽ നാം സ്നേഹിച്ചാൽ നേർവഴി കാട്ടും ചങ്ങാതി. തെറ്റേതെന്നും ശരിയേതെന്നും ചൂണ്ടിക്കാട്ടും ചങ്ങാതി. എല്ലാവർക്കും മാതൃകയായി എന്നെ വളർത്തും ചങ്ങാതി. കൂട്ടുകാരെ നമസ്കാരം. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആരാധ്യ JP ഫ്രം 6th സ്റ്റാൻഡേർഡ്. കോവിഡ് കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 2020 ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ സ്കൂൾ റേഡിയോ ഇക്കഴിഞ്ഞ ജനുവരി മാസം വരെ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്ത് 167 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി, പുത്തനുണർവുമായി. ബാലവാണി 168ാം എപ്പിസോഡാണിത്. വൈദ്യശാസ്ത്ര രംഗത്ത് കഴിവുകൾ തെളിയിച്ച ഒരു പ്രമുഖ ഡോക്ടറാണ് ഇന്നത്തെ അതിഥി. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, അതെ, ഡോക്ടർ മുബാറക് സാർ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടേ? ഇതാ കേട്ടോളൂ പ്രിയ പ്രധാന അധ്യാപിക ഷീന സിസ്റ്ററുടെ സ്വാഗത ഭാഷണം. നമസ്കാരം ബഹുമാന്യരെ. നമ്മുടെ സ്കൂളിലെ റോബോട്ടിക് സാന്റയെ കാണുന്നതിനു വേണ്ടി ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വന്നപ്പോൾ എല്ലാ ക്ലാസ്സിലെയും തന്നെ കുട്ടികൾ സാന്റയോട് ആദ്യ ദിവസങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം ആവേശം എന്ന സിനിമയിലെ ഒരു ഗാനം പാടുക എന്നാണ്. ആവേശം എന്ന സിനിമയോടുള്ള കുട്ടികളുടെ ആവേശം എന്നെ അത്ഭുതപ്പെടുത്തി. നമുക്ക് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം ആവേശമുള്ളവരായി മാറാം. ഹെൻറി ഹസ്കിൻസ് പറയുന്നു, എന്തൂസിയാസം ഫൈൻഡ്സ് ദി ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ബാലവാണി ആരംഭിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്നത്തെ അതിഥി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ബഹുമാന്യനായ ഡോക്ടർ മുബാറക് വലിയകത്ത് അവറുകളെ സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഈ വർഷം പ്രവേശനോത്സവ ദിവസം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. റൈസ് വാഷിംഗ് മെഷീൻ സ്കൂളിന് അന്നേ ദിവസം സമ്മാനിച്ച ഡോക്ടറെ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും മദ്രാസ് മെഡിക്കൽ മിഷനിൽ നിന്ന് ഫെലോഷിപ്പ് കാർഡിയോളജിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് DNB കാർഡിയോളജിയും കരസ്ഥമാക്കി. പിന്നീട് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി ലെക്ചററായും കാസർഗോഡ് അരമന ഹോസ്പിറ്റലിൽ നോൺ ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റായും സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റായും ലൈഫ് കെയർ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂരിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ കാർഡിയോളജിസ്റ്റായും ഷാർജയിൽ സുലേഖ ഹോസ്പിറ്റൽ, സണ്ണി മെഡിക്കൽ സെൻറ്റർ, UAEയിൽ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും വർക്ക് ചെയ്തു. ഇപ്പോൾ തുമ്പൈ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എ ഹാർട്ടി വെൽക്കം ടു ഡോക്ടർ മുബാറക് വലിയകത്ത് ആൻഡ് വെൽക്കം ടു വൺ ആൻഡ് ഓൾ. താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, UAEയിലെ ഷാർജയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് AUPസിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയിലേക്ക് ഒരു അതിഥിയായി എന്നെ ക്ഷണിച്ചത് ഒരു വലിയ ബഹുമതിയായി ഞാൻ കാണുകയാണ്. ഇതിനാദ്യമായി ഞാൻ നന്ദി പറയുന്നത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്ന നിങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷൈമോൾ ജോർജ് അവരുകളോടാണ്. പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സെൻറ്റ് പോൾസ് AUP സ്കൂളിൽ ഒരു
ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 1970കളായിരുന്നു ഞാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായി ഇവിടെ പഠനം ആരംഭിച്ചത്. പഠന ഗവൺമെൻറ് UP സ്കൂളിൽ നിന്നും TC വാങ്ങി എൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് സെൻറ്റ് പോൾസിൻ്റെ പടികൾ കയറിയത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അന്ന് സ്കൂൾ പരിസരം നിറയെ ചെടികളും പൂക്കളും തോട്ടങ്ങളും ജലധാരകളും നിറഞ്ഞ നയനാനന്ദകരമായ ഒരു കാഴ്ചയായിരുന്നു എനിക്ക് സ്കൂളിൻ്റെ പരിസരം സമ്മാനിച്ചത്. പഠന ഗവൺമെൻറ് ഹൈസ്കൂൾ UP സ്കൂളിൽ നിന്നും വന്ന ഒരു കൊച്ചു പയ്യന് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യസിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സെൻറ്റ് പോൾസ് AUP സ്കൂളിലെ 5 വർഷത്തെ എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് ഞാൻ നൽകിയ സ്ഥാനം അനന്യമാണ്. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ എനിക്ക് നൽകിയ ഈ വിദ്യാലയത്തിലെ എൻ്റെ ഗുരുനാഥന്മാരെ ഞാൻ ഓർക്കുകയാണ്. അവരിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അവരുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വായനയെക്കുറിച്ചാണ്. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ ജീവിതം മാറ്റിവെച്ച PN പണിക്കരുടെ ഓർമ്മ പുതുക്കലാണ് വായനാ ദിനം. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം വീടുകളിൽ കയറി പുസ്തകം ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതന ധർമ്മം വായനശാല സ്ഥാപിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് അതിയായി ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1970 നവംബർ ഡിസംബർ മാസത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ സാംസ്കാരിക ജാഥ നടത്തുകയുണ്ടായി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. കേരള ഗ്രന്ഥശാല സംഘം, കാൻഫെഡ് മുതലായ സംഘടനകളിലൂടെ വായനയുടെ പ്രാധാന്യം കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ജീവിതം നേർവഴിക്ക് നയിക്കുന്നതിൽ വായനയ്ക്കുള്ള സ്ഥാനം ഉന്നതമാണ്. അറിവിലേക്കുള്ള കവാടമാണ് വായന. വായിക്കുന്തോറും അക്ഷരജ്ഞാനത്തിൻ്റെ സുവർണ കവാടം പ്രശോഭിതമാവുന്നു. അറിയാനും പഠിക്കാനുമുള്ള ത്വരയാണ് വായന സൃഷ്ടിക്കുന്നത്. ഓരോ വായനയിലും പുതിയ അറിവുകൾ തേടി മനസ്സ് വിശാലമാകുന്നു. വായിക്കുന്തോറും വളരുകയാണ് ചെയ്യുന്നത്. അപരിചിതമായ മേഖലകൾ പരിചിതമാക്കാനും അപ്രാപ്യ മേഖലകൾ പ്രാപിക്കാനും വായന നിമിത്തമാകുന്നു. ലോകത്തിലെ വിവിധ ദേശങ്ങൾ, വ്യത്യസ്തരായ ജനങ്ങൾ, വിഭിന്ന ഭാഷകൾ, ശാസ്ത്രീയവും സാംസ്കാരികവുമായ പുരോഗതി തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഉപാധിയാണിത്. ശരീരത്തിന് വ്യായാമം എന്ന പോലെയാണ് മനസ്സിന് വായന. വായനയിലൂടെ മനസ്സും ബുദ്ധിക്കും ആത്മാവിനും പോഷണം ലഭിക്കുന്നു. കലയും സാഹിത്യവും സംഗീതവും മനസ്സിനെ പോഷിപ്പിക്കുമ്പോൾ ശാസ്ത്രവും തത്വചിന്തയും ബുദ്ധിവികാസത്തിനിടയാക്കും. ഖുർആൻ, ഭഗവത്ഗീത, ബൈബിൾ, രാമായണം, മഹാഭാരതം ഇവയെല്ലാം ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രവേശിക്കാനുള്ള വാതിലുകളാണ്. മാനസിക ഉല്ലാസം മാത്രമല്ല, ഹൃദയ നവീകരണത്തിനും വായന ഉപകരിക്കുന്നു. വായനയുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത മനസ്സ് ഇരുളടഞ്ഞ ഗുഹ പോലെയാണ്. വായനയുടെ നിർവൃതി അനിർവചനീയമാണ്. വായനയിൽ മുഴുകിക്കഴിഞ്ഞ ഒരാൾ ചുറ്റുപാടുമുള്ള ആരെയും ഒന്നിനെയും അറിയണമെന്നില്ല. അത്രമാത്രം പുസ്തകത്തിൽ ലയിച്ചു ചേരുന്നതാണ് യഥാർത്ഥ വായന. സ്വാമി വിവേകാനന്ദന് ഒരിക്കൽ ഓപ്പറേഷൻ വിധേയനാകേണ്ടി വന്നു. ശരീരം കീറിമുറിക്കുന്നതിന് മുമ്പായി വേദന അറിയാതിരിക്കാൻ അനസ്തീഷ്യയ്ക്ക് പകരമായി എനിക്കൊരു പുസ്തകം നൽകിയാൽ എന്നാണ് ഡോക്ടർമാരുടെ സ്വാമിജി ആവശ്യപ്പെട്ടത്. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വായന പൂർത്തിയാക്കി ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം പുസ്തകം മടക്കി വെച്ചുവത്രേ. ഏകാഗ്രമായ വായനയ്ക്കിടയിൽ ശസ്ത്രക്രിയയുടെ അസഹ്യമായ വേദന സ്വാമിജി അറിഞ്ഞതേയില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ ജീവിച്ചിരുന്ന സുപ്രസിദ്ധ വാഗ്മിയും ഗ്രന്ഥകാരനുമായ സിസറോ പറഞ്ഞത് ശ്രദ്ധേയമാണ്.
മറ്റുള്ള പ്രവൃത്തികൾ ഏതു സമയത്തേക്കും ഏതു കാലത്തേക്കും പറ്റിയെന്ന് വരില്ല. എന്നാൽ വായന അങ്ങനെയല്ല. അത് ചെറുപ്പകാലത്ത് മനസ്സിന് പോഷണം നൽകും, വാർദ്ധക്യത്തിൽ ആനന്ദമുണ്ടാക്കും, സമ്പത്തും സമൃദ്ധിയുമുള്ള കാലത്ത് അതൊരു ഭൂഷണമായി തീരും. ആപത്ത് കാലത്ത് അത് നമുക്ക് അഭയം തരുകയും ആശ്വാസം നൽകുകയും ചെയ്യും. സ്വദേശത്തായാലും വിദേശത്തായാലും അതിൻ്റെ ആസ്വാദനത്തിന് ഒരു തടസ്സവുമില്ല. അത് രാത്രിയിലും യാത്രയിലും എവിടെയും എപ്പോഴും നമ്മെ വിട്ടൊഴിയാത്ത ചങ്ങാതിയാണ്. ഇന്ത്യയുടെ ദാർശനികനായ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ വരികളും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റെല്ലാം നമ്മെ കൈവിട്ടൊഴിഞ്ഞെന്ന് വരാം, എന്നാൽ നല്ല ഗ്രന്ഥങ്ങൾ എന്നും നമ്മുടെ ആത്മമിത്രങ്ങളായിരിക്കും. അറിവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അറിവ് ശക്തിയാണ്. അറിവിന് അതിരുകളില്ല. ദേശഭാഷകളോ അതിർത്തികളോ ഇല്ല. ആഴമേറിയ ആഴിയാണത്. അറിവിൻ്റെ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യാനുള്ള കപ്പലാണ് പുസ്തകങ്ങൾ. സുഹൃത്തും ഗുരുനാഥനും വഴികാട്ടിയുമാണത്. അജ്ഞതയുടെ ഇരുൾ വഴികളിൽ വിതറുന്ന വെളിച്ചമാണത്. അവസരോചിത വായനയാണ് അഭികാമ്യം. മാനവ ചരിത്രത്തിലെ മഹാന്മാരെല്ലാം വായനശീലമുള്ളവരായിരുന്നു. നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഖുർആനും ഇംഗ്ലണ്ടിൽ വെച്ച് ബൈബിളും വായിച്ച് പഠിച്ച ഗാന്ധിജിക്ക് ഭഗവത്ഗീത മാതാവും വഴികാട്ടിയും നിഘണ്ടുവുമായിരുന്നു. തുളസീദാസിൻ്റെ രാമായണത്തിലെ ഹരിശ്ചന്ദ്രൻ്റെയും വിശ്വാമിത്രൻ്റെ കഥകൾ ആ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. നല്ലൊരു പുസ്തകം വായിക്കുന്നതിലൂടെ നല്ലൊരു ഭാവിയാണ് നാം സമ്പാദിക്കുന്നത്. അറിവിൻ്റെ അനശ്വര ചക്രവാളങ്ങൾ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഈ വായന ഉപകരിക്കുന്നു. മഹത്തുക്കളായ മഹാരഥന്മാർ തങ്ങളുടെ ജീവിതം പ്രകാശമാനമാക്കിയത് വായനയോടെയായിരുന്നു. ജോർജ് വാഷിങ്ടൻ്റെ ആത്മകഥ എബ്രഹാം ലിങ്കൺ പതിവായി വായിച്ചിരുന്നു. നിരന്തര വായനയാണ് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡൻ്റാക്കിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഗ്രന്ഥശാലകളുടെ സഹായത്തോടെയാണ് അധ്യയനം പൂർത്തീകരിച്ചത്. ദിവസവും 18 മണിക്കൂറോളം ഉണർന്നിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ശേഷം മിക്ക സമയത്തും വായനയുടെ ലോകത്തായിരുന്നു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നിരന്തരം സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും വളരെയധികം വായിക്കാറുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ വാക്കുകൾ നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. നിങ്ങളെല്ലാവരും സ്വപ്നം കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. ചെറിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിചയപ്പെടുത്തരുത്. വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയ സ്വപ്നങ്ങൾ അത് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. ഒന്നുകൂടെ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് സ്കൂൾ അധികൃതരോട് ഞാൻ എൻ്റെ നന്ദി അറിയിപ്പിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ നന്ദി. നമസ്കാരം. അറിവിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ സെന്റ് പോൾസിനെ എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി മുബാറക് സാർ വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം കൂട്ടുകൂടി. നന്ദി സാർ. ഒരുപാട്. ഇനി കേൾക്കാം വിദ്യാലയ വാർത്തകൾ. വായിക്കുന്നത് അജിത ടീച്ചർ. നമസ്കാരം. എല്ലാ ബാലവാണി ശ്രോതാക്കളെയും വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകൾ ചുരുക്കത്തിൽ. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ജൂൺ 10 നടന്ന പരിസ്ഥിതി ദിന ക്വിസിൽ LP വിഭാഗത്തിൽ മാഹിൻ കൃഷ്ണ 1ാം സ്ഥാനവും ജിയ ജിതേഷ് 2ാം സ്ഥാനവും നിയ ഷിജോയ്, ഇഷാൻ ഷാജി എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ നവനി കൃഷ്ണ 1ാം സ്ഥാനവും പവിത്ര വിനോദ്, ആരാധ്യ JP എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. വിജയികളായ എല്ലാ കുട്ടികൾക്കും സ്കൂളിൻ്റെ അഭിനന്ദനങ്ങൾ. പ്രതിവാര മാധ്യമ ക്വിസിന് ജൂൺ 10 തുടക്കം കുറിച്ചു. ഓരോ ആഴ്ചയിലെയും വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കും. കുട്ടികൾ ഉത്തരങ്ങൾ എഴുതി ബോക്സിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ LP വിഭാഗത്തിൽ മെഹ്ന ഫാത്തിമ VPയും UP വിഭാഗത്തിൽ പാർവണ PP, ഖദീജ, അബ്ദുൾ ഹാദി EK, തൻവിയ M, പാർവണ എന്നിവരുമാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
3-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കാക്കിരി പൂക്കിരി മാമ്പഴ ഫെസ്റ്റ് 13/6/2024 വ്യാഴാഴ്ച സംഘടിപ്പിച്ചു. രുചിയിലും നിറത്തിലും മണത്തിലും ഉള്ള വ്യത്യസ്തത കൊണ്ടും സംഘാടന മികവ് കൊണ്ടും മാംഗോ ഫെസ്റ്റ് വളരെ നല്ല ഒരു പ്രവർത്തനമായി മാറി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ 13/6/2024 വ്യാഴാഴ്ച കുട്ടികൾക്കായി പേ വിഷബാധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പേ വിഷബാധയെക്കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും ദൂരീകരിക്കുന്നതും കുട്ടികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ പങ്കുവച്ച ഒരു നല്ല ക്ലാസ്സായിരുന്നു അത്. ജൂൺ 14 സ്കൂൾ തലത്തിൽ നടത്തിയ ഗണിത ക്വിസ് മത്സരത്തിൽ സാരംഗ് ബി സന്തോഷ്, ആർദ്ര കെ സനൂപ് എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 2 പേർക്കും അഭിനന്ദനങ്ങൾ. ജൂൺ 19 വായനാ ദിനത്തിൽ PN പണിക്കർ അനുസ്മരണവും ചങ്ങമ്പുഴ അനുസ്മരണവും നടക്കും. തുടർന്ന് ചങ്ങമ്പുഴ കവിതകൾ കോർത്തിണക്കിയ രാഗമാലിക, പുസ്തക പരിചയം, വായനാ ക്വിസ് എന്നിവ നടക്കും. ഈ അവധിക്കാലത്ത് 20-ലധികം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കിയ സാരംഗ് ബി സന്തോഷിനെ അനുമോദിക്കും. 2024-25 വർഷത്തെ ആദ്യ ക്ലാസ് PTA യോഗം 20/6/2024 വ്യാഴാഴ്ച ആരംഭിക്കും. 1 മുതൽ 4 വരെ ക്ലാസ്സുകൾക്കും 7ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കുമാണ് 20-ാം തീയതി ആരംഭിക്കുന്നത്. 6ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കായി 21-ാം തീയതിയും 5ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്ക് 22-ാം തീയതിയുമാണ് ക്ലാസ് PTA നടക്കുക. എല്ലാ രക്ഷിതാക്കളും ക്ലാസ് PTAയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. വാർത്തകൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഷിംന ടീച്ചർ. Welcome to School News. We are happy to inform you that after a long gap, the Balavani program has been restarted this week. An environmental quiz was conducted on 10th June. Mahin Krishna of Class 4 secured first position from LP section. Jia Jidesh of Class 3rd secured second position. Niyashi Joy and Ishan Shaji secured third position. Navani Krishna of Class 7 secured first position from UP section. Pavitra Vinod of Class 7 secured second and Aradhya JP of Class 6 secured third position. The Mango Fest was organized by the 3rd standard teachers as a part of the learning activity using the different varieties of mangoes brought by the children. The weekly media quiz, which was successfully conducted during COVID-19 and won great appreciation in the Harda Vidyalayam reality show, has been restarted. Mehna Fatima from the LP section and Parvana PP, Khadija Abdul Hadi EK, Tanvia M, Parvana from UP section were the winners. A maths quiz was conducted on Friday. Sarang B Sandosh of Class 6 secured first position and Adra K Sanup of Class 6 secured second position. Malayalam Club of our school decided to celebrate Reading Day and Changambura Remembrance Day on 19th June. They organized a reading week with a slew of programs aimed at promoting reading habits among children. The student who prepared reading notes from reading many books from vacation will be appreciated on that day. The class PTA meeting of classes 1 to 4 and 7 for the academic year 24-25 of St. Paul's AP School will be held on 20th June. The 6th class PTA meeting will be on the 21st June and 5th class PTA meeting will be on 22nd June. That's all for this week. Stay tuned. Until then, bye. മലയാളികളുടെ പ്രിയ കവി, ജനകീയ കവി, ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിനമാണ് ജൂൺ 17. 6Aയിലെ ആദ്യ ചൊല്ലുന്നു ചങ്ങമ്പുഴയുടെ ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൂക്കളം. അത്തമാണത്തമാണദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം, 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്നൊരോണമെത്തി. അത്തമാണത്തമാണദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം, 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്നൊരോണമെത്തി.
അത്തമാണത്തമാണദ്ദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം. 10 നാളേവർക്കും ചിത്തദാരിൽ മുത്തണിയിക്കുന്നൊരോണമെത്തി. മുക്കൂറ്റി മന്ദാരം ചെങ്കുറുഞ്ഞി മറ്റും പലതരം പുഷ്പജാലം പച്ചിലക്കുമ്പിളിയിലാക്കി പിന്നെ കൊച്ചു വിളക്ക് കൊളുത്തി മുന്നിൽ. മുക്കൂറ്റി മന്ദാരം ചെങ്കുറുഞ്ഞി മറ്റും പലതരം പുഷ്പജാലം പച്ചിലക്കുമ്പിളിയിലാക്കി പിന്നെ കൊച്ചു വിളക്കു കൊളുത്തി മുന്നിൽ. മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ കറ്റക്കിടാവിട്ടു കൈകൾ കൂപ്പി മാവേലി വന്നെത്താനാത്ത മോദം കൂവിത്തുടങ്ങുകയായി ബാലൻ. മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ കറ്റക്കിടാവിട്ടു കൈകൾ കൂപ്പി മാവേലി വന്നെത്താനാത്ത മോദം കൂവിത്തുടങ്ങുകയായി ബാലൻ. അത്തമാണത്തമാണദ്ദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം. 10 നാളേവർക്കും ചിത്തദാരിൽ മുത്തണിയിക്കുന്നൊരോണമെത്തി. 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 ഒരു ചലച്ചിത്രഗാനം. ഒരു അഭിഭാഷകന്റെ ഡയറി എന്ന സിനിമയിലെ ഗാനം നമുക്കായി ആലപിക്കുന്നു 7th Fലെ വൈകിയുടെ അമ്മ അമ്പിളി ചേച്ചി. കണിക്കണ്ണകൾ പൂക്കുമ്പോൾ മണിത്തങ്ങളും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈനീട്ടം. കണിക്കണ്ണകൾ പൂക്കുമ്പോൾ മണിത്തങ്ങളും ചാർത്തുമ്പോൾ കുറുമൊഴിയേ കിളിയേ കിളിക്കണ്ണിൽ കരിമഷിയോ കളവോ എഴുതീടി പച്ചപ്പട്ടു തൂവലിൽ മുട്ടിയുരുമ്പാൻ ഇഷ്ടമുള്ളൊരാളിനെ സ്വപ്നം കണ്ടു നീ. കാത്തിരിപ്പിൻ വേദനകൾ ആരറിയുന്നു. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങളും ചാർത്തുമ്പോൾ തൊഴുതുവരാനണിയാൻ നീലച്ചാന്തിൻ തൊടുകുറിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളി. പൊൻകിനാവോ പിന്നെയൊന്നും കണ്ടതില്ലയോ. കാടുപൂക്കും കാലമായി മാധവമായി. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങളും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈനീട്ടം. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങളും ചാർത്തുമ്പോൾ. ഒരു കവിത കൂടിയായാലോ? ആറാന്തരം എ ക്ലാസ്സിലെ കൂട്ടുകാരി സുൽത്താന ചൊല്ലുന്നു. സഞ്ജയ് അമ്പലപ്പറമ്പത്തിൻ്റെ അച്ഛൻ വരുന്നുണ്ട് എന്ന കവിത.
അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെൻ്റെ കരഞ്ഞു ചൊല്ലി. അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെൻ്റെ കരഞ്ഞു ചൊല്ലി. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ? വേനലവധിക്കച്ഛൻ വരുന്നേരം വേറെ വീടൂഞ്ഞാല് കെട്ടിയാടും. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ? വേനലവധിക്കച്ഛൻ വരും നേരം വേറെ വീടൂഞ്ഞാല് കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തേ അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ? കണ്ടിരുന്നോ അമ്മ തൊട്ടുമുകളില് വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം? അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തേ അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ? കണ്ടിരുന്നോ അമ്മ തൊട്ടുമുകളില് വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം? അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമെന്തമ്മ ഉച്ചയൂണെന്തേ ഒരുക്കാത്തത്? വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെ ഊട്ടിയേനെ. അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമെന്തമ്മ ഉച്ചയൂണെന്തേ ഒരുക്കാത്തത്? വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെ ഊട്ടിയേനെ. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തിൽ ചെന്നിരുപ്പോ? ഇനി നമ്മളില്ലാതെ പോകുവാണാണേൽ ഇടികൊടുക്കാതെ വിടരുതമ്മേ. എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പോ? ഇനി ഞങ്ങളില്ലാതെ പോകുവാണാണേൽ ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ചിട്ടാരൊക്കെയാണീ വരുന്നതമ്മേ? ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുമ്പയുടെ കുഞ്ഞിവാവയ്ക്ക് അച്ഛനയച്ച സമ്മാനമാകും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്? അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലിയ കാര്യമിന്നെൻ്റെ കരഞ്ഞു ചൊല്ലി. നന്ദി. സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിച്ച് ബഷീർ എഴുതി തുടങ്ങിയപ്പോൾ മലയാള സാഹിത്യത്തിന് എന്തൊരു വെളിച്ചം! കഥകൾ പറഞ്ഞ് വായനക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു, ശിവധ സവന്തിയെ. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്ത കഥയായ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന പുസ്തകത്തെയാണ്.
ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജനകീയനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ഈ കഥ ബഷീർ അവതരിപ്പിക്കുന്നത്. കുശിനിപ്പണിക്കാരനാണ് ഈ കഥയിലെ നായകൻ, അതായത് ഒരു സാധാരണ പാചക തൊഴിലാളി. തൻ്റെ 24ാമത്തെ വയസ്സിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മൂക്കിന് നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളുമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ദിവസം കഴിയും തോറും നായകന്റെ മൂക്കിന് നീളം വെക്കാൻ തുടങ്ങി. അവസാനം പൊക്കിൽ വരെ അത് നീണ്ടു. അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയാതെയായി. എല്ലാവരും മൂക്കനെന്ന് വിളിച്ച് കളിയാക്കാനും തുടങ്ങി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? എല്ലാവരും ഈ പുസ്തകം വായിക്കുക. വളരെ ലളിതമായ ഭാഷയിൽ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. സ്കൂൾ ലൈബ്രറിയിലും എല്ലാ വായനശാലയിലും ഈ പുസ്തകം ലഭ്യമാണ്. DC ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഇത് വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതോടുകൂടി ബാലവാണി 168 എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം, കാത്തിരിക്കുക.